ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരിക്കുമ്പോൾ നമ്മള് സാധാ നെക്സോൺ ഡ്രൈവ് ചെയ്തു. ഓക്കെ, വണ്ടി ഓടിച്ച് ഇതായി, പക്ഷെ എന്നാലും ആ വണ്ടി കുഴപ്പമില്ലായിരുന്നു ഓടിക്കാൻ. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഓടിച്ചു നോക്കിയതാ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ഭയങ്കരമായിട്ട്. എന്നിട്ട് അത് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് പോയി. അപ്പൊ തന്നെ എന്റെ കൂട്ടുകാരായിട്ട് വിളിച്ചു പോയത്. അപ്പം വേറെ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പൊ അവരായിട്ട് പോയിട്ട് ബുക്ക് ചെയ്യാനുള്ളപ്പോ അവർ കുറെ വേരിയൻസ് ഉണ്ടായി. ഈ നെക്സോൺ ഒരുപാട് ലിസ്റ്റ് ഒരു PDF എനിക്ക് വന്നപ്പോ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ പക്ഷെ ലിസ്റ്റുകൾ കുറെ ഉണ്ടെങ്കിലും ഡാർക്ക് എഡിഷൻ ആയിരുന്നു നമ്മുടെ. പിന്നെയാണ് ആ സത്യം മനസ്സിലായത്, ഈ കഴുകിയിടുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് കാർ വൃത്തിയായിട്ട് സൂക്ഷിക്കണേ, പുറത്തോട്ട് ഇറക്കരുത്. ഈ കഴുകാനുള്ള സംഭവം സ്വന്തമായിട്ട് മേടിച്ചു. എനിക്കുണ്ട് എന്ന് വെച്ചാൽ ഇത്ര ഓട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഡീസൽ എടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടി. എഫിഷ്യൻസി പിന്നെ കുറച്ചുകൂടെ പവർ ഇതിനേക്കാളും കിട്ടിയ 250 ആ ഒരു ടോർക്ക് ഉണ്ടായിരുന്നു. 10% സമയത്തും ഈ വണ്ടികൾ രണ്ടും എക്കോ മോഡിൽ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ലൈക്ക് ഈ ഫ്യൂൽ എഫിഷ്യൻസി കാണുമ്പോൾ സിറ്റിയിലൊക്കെ എനിക്ക് 7-8 ആ റേഞ്ചാണ്. ഇവനും അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഹൈവേയിലൊക്കെ പോയി ഒന്ന് സ്പോർട്സ് ഇട്ട് ഒന്ന് തിരിപ്പിക്കും. അപ്പൊ പിന്നെ വെച്ച് കഴിഞ്ഞാല് ഈ 20% എന്ന് വെച്ചാൽ സർവീസാണ്. സ്റ്റിൽ ഒരു നല്ലൊരു ടാറ്റയുടെ സർവീസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട വണ്ടി. അപ്പൊ അവര് ഓക്കെ ആയിരുന്നു ട്രാവൽ ചെയ്യാൻ ഇത്രയും ദൂരം. അപ്പൊ അതിൽ പോയപ്പം പോകുന്ന വഴിക്കൊന്ന് വണ്ടി സ്റ്റോപ്പായെങ്കിലും നമ്മള് തെളി സ്റ്റാർട്ടായി. പിന്നീട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ വണ്ടി ബാറ്ററി ഡൗൺ ആയി. ഇപ്പൊ നമ്മൾ അന്ന് പോയപ്പോ ഒരു ബൾബ് ഇതാ സെയിം ഇൻസിഡന്റ്. ആ ബൾബ് മാറിയിട്ട് അവര് വൈപ്പറിന്റെ മേളിൽ വെച്ചേക്ക, വൈപ്പറിന്റെ ആ ഇടയ്ക്ക് ഗ്യാപ്പിൽ. എന്നിട്ട് അവരത് മാറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ വണ്ടി എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ഇടയിൽ നമ്മളൊരു ട്രാവൽ ഇടയ്ക്ക് എടുത്ത് ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോ ബോണറ്റിന്റെ അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം എന്തോ ഇരിക്കുന്നത് നോക്കിയപ്പോ ഒരു ബൾബ് സംഭവം. അതായത് സർവീസ് സെന്ററിൽ നിന്ന് എടുത്ത് മാറ്റാതെ വെച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഈ ഒരു ഗിയർ ബോക്സിന്റെ ഇഷ്യൂ അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല.